വിവാദ കാഫിർ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തത് ഫേസ്ബുക്കിൽ നിന്ന് പിൻവലിച്ച് മുൻ MLA KK ലതിക ഫേസ്ബുക്ക് അക്കൗണ്ട് ലോക്കും ചെയ്തു. വ്യാജ സ്ക്രീൻഷോട്ട് പിൻവലിക്കാത്തതിനെതിരെ UDF രംഗത്ത് വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് പോസ്റ്റ് പിൻവലിച്ചത്. സിനോജ് തോമസ് നൽകും വിശദാംശങ്ങൾ. സിനോജ്, ഇപ്പോൾ പോലീസ് റിപ്പോർട്ട് കൂടി, അതായത് മുസ്ലിം ലീഗ് പ്രവർത്തകൻ ഇതിൽ കുറ്റക്കാരനല്ലെന്ന റിപ്പോർട്ട് കൂടി ഹൈക്കോടതിയിൽ സമർപ്പിച്ചതോടുകൂടി കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് കാഫിർ പ്രയോഗവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ CPIM. ഇതിനിടെയാണ് ഇപ്പോൾ KK ലതിക ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി പിൻവലിച്ചിരിക്കുന്നത്. എന്താണ് വിവരങ്ങൾ? ശ്രുതി, തെരഞ്ഞെടുപ്പിന്റെ തലേന്നാണ് ഈ വിവാദ സ്ക്രീൻഷോട്ട് പുറത്തു വരുന്നത്. അമ്പാടിമുക്ക് സഖാക്കൾ കണ്ണൂർ എന്ന പേജിലാണ് ഈ സ്ക്രീൻഷോട്ട് പ്രത്യക്ഷപ്പെടുന്നത്. തൊട്ട് പിന്നാലെ തന്നെ CPIMന്റെ സംസ്ഥാന സമിതി അംഗവും മുൻ MLA കൂടിയായ KK ലതിക സ്വന്തം ഫേസ്ബുക്കിൽ ഈ സ്ക്രീൻഷോട്ട് പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത് വിവാദമായ പശ്ചാത്തലത്തിൽ ഈ പോസ്റ്റ് ആദ്യം കണ്ട അമ്പാടിമുക്ക് സഖാക്കൾ പേജിൽ നിന്ന് ആ പോസ്റ്റ് തന്നെ ഇല്ലാതായിരുന്നു. പക്ഷേ KK ലതിക പോസ്റ്റ് പിൻവലിക്കാൻ വേണ്ടി തയ്യാറായിരുന്നില്ല. പക്ഷേ ഏറെ വിവാദമായ സാഹചര്യത്തിൽ അല്പസമയം മുൻപ് KK ലതിക ഈ പോസ്റ്റ് ഫേസ്ബുക്കിൽ നിന്ന് പിൻവലിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ അവരുടെ അക്കൗണ്ട് ലോക്കും ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തലേന്ന് പോസ്റ്റ് ചെയ്ത ഈ സ്ക്രീൻഷോട്ടാണ് പിൻവലിച്ചിരിക്കുന്നത്. KK ലതികയെ പോലീസ് വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തുകയും മൊബൈൽ ഫോൺ പരിശോധിക്കുകയും ചെയ്തിരുന്നു. അക്കാര്യം ഹൈക്കോടതിയിൽ പോലീസ് അറിയിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ ആണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ കോൺഗ്രസ് നേതാക്കൾ, UDFന്റെ ഒക്കെ തന്നെ നേതാക്കൾ രംഗത്ത് വന്നിരുന്നു. ഷാഫി പറമ്പിലും DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ KK ലതികയെതിരെ രംഗത്ത് വന്നിരുന്നു. KK ലതികയെ അറസ്റ്റ് ചെയ്യണമെന്ന് DCC പ്രസിഡന്റ് ആവശ്യപ്പെട്ടിരുന്നു. KK രമയും KK ലതികയെതിരെ രംഗത്ത് വന്നിരുന്നു. ഈ സാഹചര്യത്തിൽ ഏറെ വിവാദമാകുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ പോസ്റ്റ് പിൻവലിച്ചിരിക്കുന്നത്. ഇത് വ്യാജ സ്ക്രീൻഷോട്ടാണെന്ന് തുടക്കം മുതൽ തന്നെ UDFന്റെ നേതാക്കൾ പറയുന്നുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് വന്ന പോസ്റ്റിനെതിരെ LDFന്റെ നേതാക്കളും UDFന്റെ നേതാക്കളും യൂത്ത് ലീഗിന്റെ നേതാക്കളൊക്കെ തന്നെ പോലീസിൽ പരാതി നൽകിയിരുന്നു. രണ്ട് പരാതിയിലും പോലീസ് അന്വേഷണം നടക്കുകയാണ്. യൂത്ത് ലീഗിന്റെ പ്രവർത്തകനായ മുഹമ്മദ് കാസിമിന്റെ പേരിലാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് വന്നത്. അതിനെതിരെ കാസിമും ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഹൈക്കോടതിയിൽ അങ്ങനെ ഹർജി നൽകിയ സമയത്താണ് അന്വേഷണ സംഘം കോടതിയിൽ ഒരു റിപ്പോർട്ട് നൽകിയത്. പ്രഥമ ദൃഷ്ട്യാ കാസിമിന്റെ ഭാഗത്ത് വീഴ്ചയില്ല എന്നൊരു റിപ്പോർട്ടാണ് കോടതിയിൽ നൽകിയിരിക്കുന്നത്. അതായത് ഇങ്ങനൊരു സ്ക്രീൻഷോട്ട് ഉണ്ടായത് തന്നെ വ്യാജമാണെന്ന് പോലീസ് തന്നെ ആദ്യഘട്ടത്തിൽ സ്ഥിരീകരിക്കുന്നു. അങ്ങനെ ഒരു വ്യാജ സ്ക്രീൻഷോട്ട് ഫേസ്ബുക്കിൽ ഇട്ടത് പിൻവലിക്കാൻ ഫേസ്ബുക്ക് തയ്യാറാക്കുന്നുണ്ട്. ഫേസ്ബുക്കിൽ ജീവനക്കാരനെ പോലും അന്വേഷണ സംഘം പ്രതി ചേർത്തിരുന്നു. അങ്ങനെ വ്യാജമാണെന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ട് ഈ പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇടുന്നത് തുടരുന്നു എന്നൊരു ചോദ്യം കോൺഗ്രസ് നേതാക്കൾ ഉന്നയിച്ചിരുന്നു. അങ്ങനെ ഏറെ വിവാദമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ പോസ്റ്റ് KK ലതിക പിൻവലിച്ചിരിക്കുന്നത്. ഏതായാലും ഈ പോസ്റ്റ് ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ നിന്ന് പൂർണ്ണമായും ഇല്ലാതായിരിക്കുകയാണ്. പോസ്റ്റ് ആദ്യം പ്രത്യക്ഷപ്പെട്ട അമ്പാടിമുക്ക് സഖാക്കൾ എന്ന പേജിൽ നിന്ന് അന്ന് തന്നെ പിൻവലിച്ചതാണ്. പക്ഷേ KK ലതിക ആ പോസ്റ്റുമായി മുന്നോട്ട് പോവുകയായിരുന്നു. ഏറെ വിവാദമായ സാഹചര്യത്തിൽ അവരും ഈ പോസ്റ്റ് പിൻവലിക്കുകയും ഫേസ്ബുക്ക് അക്കൗണ്ട് ലോക്ക് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. ശ്രുതി, ശരി, വിവാദ കാഫിർ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തത് ഫേസ്ബുക്കിൽ നിന്ന് പിൻവലിച്ചിരിക്കുകയാണ് മുൻ MLA KK ലതിക. സിനോജ് തോമസ് തുടരുന്നുണ്ട്. സിനോജ്, എന്തായാലും നേരത്തെ അവർ തയ്യാറായിരുന്നില്ല. അപ്പോൾ സിനോജ് സൂചിപ്പിച്ച പോലെ തന്നെ അവർ തയ്യാറായിരുന്നില്ല ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കാൻ. പക്ഷേ ഇപ്പോൾ പിൻവലിക്കാൻ ഉണ്ടാകുന്ന ഒരു സാഹചര്യം എന്താണെന്നാണ് മനസ്സിലാക്കേണ്ടത്? ശ്രുതി, ഈ വിവാദങ്ങൾ തന്നെയാണ്. കാരണം നമുക്കറിയാം, തെരഞ്ഞെടുപ്പിന് CPIMനും ഇടതുപക്ഷത്തിനും വലിയ തിരിച്ചടി ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി തന്നെ ഇടത് അനുകൂല സൈബർ പേജുകൾക്കെതിരെ രംഗത്ത് വന്നു. ഒന്നിലേറെ തവണ പോരാളി ഷാജി അതുപോലുള്ള സമാനമായ ഇടത് അനുകൂല സൈബർ പേജുകൾക്കെതിരെ CPIM നേതാക്കൾ രംഗത്ത് വന്നിരുന്നു. ഏറെ വിവാദമാവുകയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിൽ UDFന്റെ നേതാക്കൾ പറഞ്ഞത് ഈ കാഫിർ പ്രയോഗ കേസുമായി ബന്ധപ്പെട്ട് ഈ അന്വേഷണങ്ങൾ പോലീസ് നീങ്ങുന്നത് മനസ്സിലാക്കിക്കൊണ്ടാണ്. അതായത് ഇടത് സൈബർ പേജുകളിലേക്കാണ് പോലീസ് അന്വേഷണം നീങ്ങുന്നത്. അത് കണ്ടെത്തിക്കൊണ്ട് മുൻകൂർ ജാമ്യം എന്ന നിലയിൽ CPIM ജില്ലാ സെക്രട്ടറി തന്നെ ആ പേജുകൾക്കെതിരെ രംഗത്ത് വന്നു എന്നാണ് UDFന്റെ നേതാക്കൾ ആരോപണം ഉന്നയിച്ചത്. പോലീസ് ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപ് തന്നെ വടകരയിൽ സർവകക്ഷി യോഗം വിളിച്ചിരുന്നു. അന്നും കണ്ണൂർ റേഞ്ച് IG ഉൾപ്പെടെ DIG ഉൾപ്പെടെ ഈ UDF നേതാക്കൾക്ക് നൽകിയ ഉറപ്പ് ഈ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തത് ആരാണെന്നുള്ള സൂചന ലഭിച്ചിട്ടുണ്ട്. അറസ്റ്റ് ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് UDFന്റെ നേതാക്കൾക്ക് ഒരു ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്ന് ഇത്ര ദിവസമായിട്ട് പോലും ആ പ്രതികളിലേക്ക് പോലീസിന് എത്താനോ അറസ്റ്റ് ചെയ്യാനോ സാധിച്ചിരുന്നില്ല. അത് CPIMന്റെ സമ്മർദ്ദമാണെന്നാണ് UDF നേതാക്കൾ ആരോപിച്ചിരുന്നത്. KK ലതികയെ പോസ്റ്റ് പിൻവലിക്കാനും തയ്യാറായിരുന്നില്ല. KK ലതികയെതിരെ ഈ യൂത്ത് ലീഗ് നേതാക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. അങ്ങനെയാണ് പോലീസ് KK ലതികയുടെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തുകയും അവരുടെ മൊബൈൽ ഫോൺ പരിശോധിക്കുകയും ചെയ്തിരുന്നത്. എന്നിട്ട് കൂടി ആ പോസ്റ്റ് പിൻവലിക്കാൻ തയ്യാറായിരുന്നില്ല. ആ രീതിയിൽ അതൊരു വ്യാജ പോസ്റ്റ് ആണെങ്കിൽ ആ വ്യാജ പോസ്റ്റ് നിർമ്മിച്ചവരെ പോലീസ് കണ്ടെത്തട്ടെ എന്ന നിലപാടാണ് CPIM ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ അന്ന് സ്വീകരിച്ചിരുന്നത്. പക്ഷേ ഇത് വിവാദമാകുന്നു. CPIMന് തിരിച്ചടിയാകുന്ന ഘട്ടത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് CPIM സമ്മർദ്ദത്തിൽ
പ്രതിരോധത്തിലാകുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ KK ലതിക ഈ പോസ്റ്റ് പിൻവലിച്ചിരിക്കുന്നത്. കാരണം KK ലതിക മാത്രമാണ് ഈ വിവാദ പോസ്റ്റ് അവരുടെ ഫേസ്ബുക്കിൽ ഇത് പോസ്റ്റ് ചെയ്ത് പിൻവലിക്കാതിരുന്നത്. അത് ഏറെ ചർച്ചയായിരുന്നു. എല്ലാ നേതാക്കളും തന്നെ KK ലതികയെതിരെ രംഗത്ത് വരികയും പോസ്റ്റ് പിൻവലിക്കാത്തത് കൊണ്ട് അത് വ്യാജമാണെന്ന് അറിഞ്ഞിട്ട് അത് പോസ്റ്റ് അവിടെ തന്നെ തുടർന്നുകൊണ്ട് KK ലതികയെതിരെ കേസെടുക്കണമെന്നാണ് കോൺഗ്രസ് ആവശ്യം ഉന്നയിച്ചത്. അതുമായി ബന്ധപ്പെട്ട് ഷാഫി പറമ്പിൽ ഉൾപ്പെടെ ഇന്നലെ രംഗത്ത് വന്നിരുന്നു. ആ ഘട്ടത്തിൽ ഇത് കൈവിട്ട് പോകുന്നു, ഇത് വിവാദത്തിലേക്ക് കൂടുതൽ ആളിക്കെത്തുകയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഈ പോസ്റ്റ് പിൻവലിച്ചിരിക്കുന്നത്. കാരണം കേസ് അന്വേഷിക്കുന്ന പോലീസ് തന്നെ ഈ PK മുഹമ്മദ് കാസിം എന്ന് പറഞ്ഞ ലീഗ് പ്രവർത്തകനല്ല കുറ്റക്കാരൻ, അദ്ദേഹം അങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമല്ല, അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടില്ല എന്ന് പോലീസ് തന്നെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് വ്യാജ പോസ്റ്റാണെന്ന് പോലീസ് തന്നെ സ്ഥിരീകരിക്കുന്നു. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ പോസ്റ്റ് പിൻവലിച്ചിരിക്കുന്നത്. എന്നാൽ പരസ്യമായി പ്രതികരിക്കാൻ KK ലതിക തയ്യാറായിട്ടില്ല. CPMന്റെ മുൻ MLA കൂടിയാണ്, സംസ്ഥാന സമിതി അംഗമാണ്, ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിലിരിക്കുന്ന വ്യക്തിയാണ്. അവരിൽ നിന്നാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് വന്നത്. എന്നാൽ ഇത് തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ടും അത് തിരുത്താതെ മാസങ്ങളോളം ഇത് സ്വന്തം ഫേസ്ബുക്കിൽ ഇട്ടു എന്നൊരു ഗൗരവമായ ആരോപണമാണ് UDF നേതാക്കൾ ഉന്നയിച്ചത്. ഏതായാലും ഈ അവസാന വേളയിലും അവർ ഈ പോസ്റ്റ് പിൻവലിച്ചിരിക്കുന്നു, ഫേസ്ബുക്ക് അക്കൗണ്ട് ലോക്ക് ചെയ്തിരിക്കുന്നു. ശ്രുതി, അതായത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം UDFനെ വലിയ രീതിയിൽ പ്രതികൂട്ടിലാക്കിയ ഒരു സംഭവമായിരുന്നു ഈ കാഫിർ വിവാദ വിഷയം. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ UDF ഇതുമായി ബന്ധപ്പെട്ട് പ്രതിരോധത്തിലാവുകയും ചെയ്തിരുന്നു. പിന്നീട് ഇപ്പോൾ എന്തായാലും ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് PK മുഹമ്മദ് കാസിമിന് പ്രഥമ ദൃഷ്ട്യ ഇതിൽ പങ്കില്ലെന്ന് പോലീസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് കൂടി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തതിന് പിന്നാലെയാണ് ഇപ്പോൾ KK ലതിക ഈ ഒരു പോസ്റ്റ് പിൻവലിക്കാൻ തയ്യാറായിരിക്കുന്നത്. അതായത് CPMന് തന്നെ തിരിഞ്ഞു കൊത്തിയിരിക്കുന്നു ഈ ഒരു വിഷയം എന്നത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് KK ലതിക ഇതിൽ നിന്ന് പിന്മാറാൻ തയ്യാറായിരിക്കുന്നത്, അല്ലെങ്കിൽ പോസ്റ്റ് പിൻവലിക്കാൻ തയ്യാറായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ സിനോജ്? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം തുടക്കം മുതൽ തന്നെ UDFന്റെ നേതാക്കളും RMPയും പറയുന്നുണ്ട് ഈ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തത് ഇടതുപക്ഷമാണ്, പോലീസിനും CPMനും അറിയാം ഇതാരാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് അറിയാമെന്നാണ് UDFന്റെ നേതാക്കൾ തുടക്കം മുതൽ തന്നെ ആരോപിക്കുന്നത്. അതുകൊണ്ടാണ് UDFും RMPയും യൂത്ത് ലീഗ് ഒക്കെ തന്നെ വടകര റൂറൽ SP ഓഫീസിന് മുൻപിൽ മാർച്ച് നടത്തുകയും പ്രതിഷേധം നടത്തുകയും ഒക്കെ തന്നെ ചെയ്തത്. ഈ അപൂർവമായിട്ടായിരിക്കും ഒരു കേസിലെ സാക്ഷിയും പ്രതി ചേർക്കപ്പെട്ട ആളും ഒരേ കേസിൽ ഉൾപ്പെട്ടു പോകുന്നു. മുഹമ്മദ് കാസിം എന്ന ലീഗിന്റെ പ്രവർത്തകൻ, ആ പ്രവർത്തകനെതിരെയാണ് LDFന്റെ നേതാക്കൾ പോലീസിൽ പരാതി നൽകിയത്. അത് താനിട്ട പോസ്റ്റ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് കാസിമ തന്നെ തിരിച്ചൊരു പരാതി കൊടുക്കുന്നു. അങ്ങനെ ഒരേ വിഷയത്തിൽ 2 കേസുകൾ വരുന്നു. പോലീസ് അത് അന്വേഷിക്കുന്നു, മുഹമ്മദ് കാസിമിൻ്റെ ഫോൺ പരിശോധിക്കുന്നു, സൈബർ സെല്ലിന് നൽകുന്നു. അങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് പോലും ആ പ്രദേശത്തില്ലെന്ന് പോലീസ് കണ്ടെത്തുന്നു. മുഹമ്മദ് കാസിം അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടില്ലെന്ന് തെളിയിക്കുന്നു. അതുകൊണ്ടാണ് കാസിം കോടതി പോയ സമയത്ത് അന്വേഷണ സംഘത്തിന് പോലും അങ്ങനെ റിപ്പോർട്ട് നൽകേണ്ടി വന്നത്. അന്വേഷണം നടക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് നൽകുന്നു. കാസിം പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാരനല്ലെന്ന് റിപ്പോർട്ട് ഹൈക്കോടതിയിൽ നൽകുന്നു. അങ്ങനെ അത് ഏറെ ചർച്ചയാകുന്നു. പിന്നെ ആര് ഈ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തു എന്ന് കണ്ടെത്തേണ്ട ഒരു ആവശ്യം കൂടി പോലീസിന് മുന്നിലേക്ക് വരുന്നു. പോലീസ് പറയുന്നു പ്രതികളെക്കുറിച്ച് സൂചന കിട്ടിയെന്ന് പറയുന്നു. പക്ഷേ പ്രതികളുടെ അറസ്റ്റിലേക്ക് നീങ്ങാൻ വേണ്ടി പോലീസിന് സാധിക്കുന്നില്ല. അമ്പാടിമുക്ക് സഖാക്കൾ കണ്ണൂർ എന്ന പേജിലാണ് ഈ പോസ്റ്റ് ആദ്യം വരുന്നത്. പിന്നീട് അത് അന്ന് തന്നെ തെരഞ്ഞെടുപ്പിന് തലേന്ന് തന്നെ വിവാദമായതോടുകൂടി ആ പേജിൽ നിന്ന് ആ പോസ്റ്റ് കാണാതാകുന്നു. സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് പ്രചരിക്കുന്നു. ഫേസ്ബുക്കിൽ നിന്ന് അത് പിൻവലിച്ചിരിക്കുകയാണ് മുൻ MLA KK ലതിക. ഫേസ്ബുക്ക് അക്കൗണ്ട് ലോക്ക് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. സിനോജ് തോമസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.